മലയാള സിനിമാ ചരിത്രത്തിൽ ചിരികൊണ്ട സ്വന്തം മുഖം വരച്ചു ചേർത്ത ബഹദൂറിന് ഇനി അക്ഷര വടിവിലൊരു സ്മാരകം. തനതു മലയാള ലിപി ഫോണ്ട്, ടെക്സ്റ്റ് എഡിറ്റർ എന്നിവയിലൂടെ ശ്രദ്ധേയനായ KH ഹുസൈനാണ് ബഹദൂർ എന്ന പേരിൽ പുതിയ മലയാളം ഫോണ്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തൃശൂർ കൊടുങ്ങല്ലൂർ കാര ബഹദൂർ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ ബഹദൂർ ഫോണ്ടിന്റെ പ്രകാശനം നടക്കും. ബഹദൂറിന് ജന്മനാട്ടിലൊരുക്കിയ സ്വീകരണത്തിന്റെ തുടർച്ചയായി 1978 പുറത്തിറക്കിയ സ്മരണികയാണ് ബഹദൂർ ഫോണ്ടിന് കാരണമായത്. സ്മരണികയുടെ കവർ ഡിസൈൻ ചെയ്തത് ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ്. കവർ പേജിൽ നമ്പൂതിരി വരച്ച അക്ഷരങ്ങളുടെ മാതൃകയിലാണ് KH ഹുസൈൻ ബഹദൂർ ഫോണ്ട് തയ്യാറാക്കിയത്. അപ്പോൾ ഈ ബഹദൂർ പുസ്തകത്തിൻ്റെ ഈ കവറ് എന്നെ വല്ലാതെ ആകർഷിച്ചു. അന്ന് തന്നെ നമ്പൂതിരി വരച്ച കവറാണ്. ആ കവറിൻ്റെ തൊട്ടടുത്ത് ബഹദൂർ സ്മരണിക എന്ന് എഴുതിയിരിക്കുന്ന അക്ഷരങ്ങളാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. കാരണം ആ ഓരോ അക്ഷരങ്ങളിലും ബഹദൂറുണ്ട്. ബഹദൂറിൻ്റെ മുഖത്തിൻ്റെ അനാട്ടമിയാണ് ആ അക്ഷരങ്ങളുടെ കാലിഗ്രാഫി. അപ്പോൾ ഒരു ഫോണ്ട്, ഈ ഒരു കാലിഗ്രാഫി അടിസ്ഥാനമാക്കിയിട്ടൊരു ഫോണ്ട് ഉണ്ടാക്കിയാലോ എന്നൊരു ആലോചന വന്നു. അങ്ങനെ അതിൻ്റെ വർക്ക് തുടങ്ങി. അപ്പോൾ ഈ ബഹദൂർ ഫോണ്ട് വാസ്തവത്തിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള ഫോണ്ടാണ് മലയാളത്തിൽ. കാരണം അത് യൂണിക്കോഡാണ്. പണ്ട് പേജ് മേക്കറിലൊക്കെ ഉപയോഗിച്ച ആസ്കി ഫോണ്ടല്ല ഒന്നത്. രണ്ടാമത് അത് മലയാളത്തിൻ്റെ സമഗ്ര ലിപിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. 1999 മലയാളം ലെക്സിക്കൻ സബ് എഡിറ്ററായിരുന്ന ചിത്രജ കുമാറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച രചന അക്ഷരവേദിയാണ് ബഹദൂർ ഉൾപ്പെടെയുള്ള സ്വതന്ത്ര ഫോണ്ടുകളുടെ അണിയറക്കാർ. ഇന്ത്യയിലെ പ്രശസ്ത ഡിജിറ്റൽ ആർക്കൈവായ സായാഹ്നയുടെ ഡയറക്ടർ CV രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ രചന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൈപ്പോഗ്രഫിയാണ് യൂണിക്കോഡ് ഫോണ്ടുകൾ ഡിസൈൻ ചെയ്ത് സംരക്ഷിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.